ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ അഹല്യാമോക്ഷവും താടകാവധവുമാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ അഹല്യാദേവിക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം ശ്രീരാമചന്ദ്രൻ മുമ്പോട്ട് നടക്കുകയാണ്. രാമചന്ദ്രൻ്റെ കൂടെ മഹർഷിയും ലക്ഷ്മണനുമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞുമൊക്കെയാണ് അവർ മൂന്ന് പേരും അങ്ങനെ നടക്കുന്നത്. അങ്ങനെ ആ മൂന്ന് പേരും എവിടെ എത്തിച്ചേർന്നു? ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. ഇനി ഗംഗാനദി കടക്കണം. എങ്ങനെ കടക്കും? അവിടെ ഒരു വള്ളം കിടക്കുന്നത് അവർ കാണുന്നു. ആ വള്ളം ഗംഗാനദിക്ക് കുറുകെ കടത്തുന്ന തോണിക്കാരൻ്റെ പേര് ആരാണ്? കൈവർത്തൻ. ഈ കൈവർത്തൻ മഹർഷിയെയും രാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ പേടിച്ചു മാറി നിന്നു. അപ്പോൾ ഇവർ മൂന്ന് പേരും കൈവർത്തനെ അടുക്കലേക്ക് വിളിക്കുന്നു. അപ്പോൾ കൈവർത്തൻ പേടിച്ചു വന്ന് നമസ്കരിച്ചുകൊണ്ട് പറയുകയാണ്, പ്രഭു, അടിയന്റെ വഞ്ചി പഴകി ദ്രവിച്ചതാണ്. അതുകൊണ്ട് വള്ളത്തിൽ കടക്കുവാൻ പറ്റില്ല. ഞാൻ തോളിലെടുത്ത് നീന്താം. അങ്ങനെ നിങ്ങൾ മൂന്ന് പേരെയും ഈ ഗംഗാനദിയുടെ മറുകര എത്തിക്കാം. എന്നിട്ട് തൻ്റെ പഴകി ദ്രവിച്ച ആ വഞ്ചിയിലേക്ക് ഇങ്ങനെ നോക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ സുന്ദര പുരുഷന്മാരെ എവിടെ നിന്നാണ് അങ്ങ് കൊണ്ടുവന്നത്? ഇദ്ദേഹം കാലുകൊണ്ട് തൊട്ടപ്പോൾ ശിലയ്ക്ക് മോക്ഷം കിട്ടിയെന്നു കേട്ടു. പറയാൻ എനിക്ക് ഭയവും ലജ്ജയുമുണ്ട്. ആ തൃപ്പാദം എൻ്റെ തോണിയിൽ ഒന്ന് സ്പർശിച്ചാൽ ഒരുപക്ഷെ എൻ്റെ തോണി ഒരു പുതിയ തോണിയായി തീർന്നേനെ എന്ന് പറയുന്നു. അപ്പോൾ രാമൻ അനുകമ്പയോടെ ദയാപൂർവം ആ തോണിയിലേക്ക് നോക്കിയപ്പോൾ ആ തോണി ഒരു പുതിയ തോണിയായി തീർന്നു എന്നാണ് രാമായണത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് അവർ മൂന്ന് പേരും ആ കൈവർത്തൻ്റെ തോണിയിൽ കയറി ഗംഗാനദിയുടെ മറുകരയിൽ എത്തിച്ചേർന്നു. പിന്നീട് തപോഭൂമിയാണ്. ധാരാളം മഹർഷിമാര് അവിടെയുണ്ട്. ആ വനപ്രദേശത്തു കൂടി അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ധാരാളം സന്യാസിമാര് രാമന്റെ അടുക്കലേക്ക് ഓടി വന്നു. എന്നിട്ട് അവരുടെ പരാതികൾ പറയുന്നു. അതായത് തങ്ങൾക്ക് യജ്ഞം ചെയ്യുവാൻ സാധിക്കുന്നില്ല. എപ്പോൾ അവര് യജ്ഞം ചെയ്യാൻ തുടങ്ങുന്നുവോ അപ്പോഴൊക്കെ താടകയുടെ പുത്രൻ രക്തം ചൊരിഞ്ഞ് അവിടെ അശുദ്ധിയാക്കും. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുന്നു. അപ്പോൾ രാമൻ, നിങ്ങൾ യജ്ഞം തുടങ്ങിക്കൊള്ളുക, ഞാൻ വേണ്ടതുപോലെ ചെയ്തു കൊള്ളാം എന്ന് പറയുന്നു. അതനുസരിച്ചിട്ട് മഹർഷിമാരെല്ലാവരും യജ്ഞം ചെയ്യുവാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെ യജ്ഞപ്പുക ഉയർന്നപ്പോൾ അവിടേക്ക് ആരെത്തിച്ചേരുന്നു? മാരീചൻ എന്ന അസുരൻ എത്തിച്ചേരുന്നു. ഈ മാരീചനാണ് നമ്മൾ പിന്നീട് സീതാദേവിയുടെ അടുക്കലേക്ക് മാനായി വന്നു ചേർന്നത്. ഈ മാരീചൻ ഈ സമയത്തും അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ മാരീചനും രാമനുമായി യുദ്ധമായി. ആ യുദ്ധത്തിൽ മാരീചൻ തോൽക്കുകയും തോറ്റ് പിന്തിരിഞ്ഞ് ഓടുകയും ചെയ്തു. അങ്ങനെ ഓടി ലങ്കയിൽ എത്തിച്ചേർന്നു മാരീചൻ. എന്നിട്ട് അവിടെ യാതൊരു ലൗകിക മോഹങ്ങളുമില്ലാതെ ഒരു സന്യാസിയായി അങ്ങനെ ജീവിക്കുകയാണ് മാരീചൻ. അങ്ങനെ അവന്റെ അനുചരന്മാരായിട്ടുണ്ടായിരുന്ന എല്ലാ രാക്ഷസന്മാരും പിന്നീട് അവിടെ നിന്നും ഓടിപ്പോവുകയും ചെയ്തു. അതോടുകൂടി മഹർഷിമാർക്ക് ആ പ്രദേശത്ത് സ്വസ്ഥമായി യജ്ഞം ചെയ്യാം എന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് രാമനും ലക്ഷ്മണനും വിശ്വാമിത്രനും മിഥിലാപുരി ലക്ഷ്യമാക്കി നടക്കുന്നു. അങ്ങനെ അവർ മൂന്ന് പേരും മിഥിലയിൽ എത്തിച്ചേരുന്നു. വിശ്വാമിത്രൻ ജനക മഹാരാജാവിനെ പോയി കാണുന്നു.
എന്നിട്ട് പറയുന്നു, താടകയെ വധിച്ച രാമലക്ഷ്മണന്മാർ അങ്ങയുടെ കൊട്ടാരത്തിൽ വന്നിരിക്കുന്നു. അവര് അഹല്യയെ ശാപത്തിൽ നിന്നും മോചിപ്പിച്ചു. രാമന്റെ ദയയാൽ കൈവർത്തന് തൻ്റെ പഴയ തോണി പുതിയതായി തീരുകയും ചെയ്തു. 3 കോടി രാക്ഷസന്മാരെ അമ്പെയ്ത് കൊന്നൊടുക്കി. ഇതൊക്കെ 12 വയസ്സായ രാമന്റെ പരാക്രമമാണ്. ലക്ഷ്മണൻ രാമന്റെ അനുജൻ, 2 പേരും ശ്രേഷ്ഠന്മാരാണ്. അവര് എൻ്റെ കൂടെ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും ജനക മഹാരാജാവിന് വലിയ സന്തോഷമായി. രാജാവ് നേരിട്ടു ചെന്ന് രാമനെയും ലക്ഷ്മണനെയും സ്വീകരിച്ചു. എല്ലാവരും രാമനെ കാണുന്നതിനായിട്ട് അവിടേക്ക് എത്തിച്ചേർന്നു. ഈ വിവരം ആരറിയുന്നു? സീതാദേവി അറിയുന്നു. സീതാദേവി രഹസ്യമായി മട്ടുപ്പാവിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ശ്രീരാമനെ കാണുന്നു. അതോടുകൂടി രാമനെ വിവാഹം കഴിക്കണം എന്ന് സീതാദേവി ആഗ്രഹിക്കുകയും ദേവി ദേവതകളോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എല്ലാ ദേവന്മാരെയും ദേവതകളെയും പേരെടുത്ത് ദേവി പ്രാർത്ഥിക്കുന്നു. ശ്രീരാമചന്ദ്രനെ തനിക്ക് പതിയായി ലഭിക്കണം എന്നാണ് പ്രാർത്ഥന. അങ്ങനെ ദേവിയുടെ ഇംഗിതം അറിഞ്ഞ ദേവന്മാർ അശരീരി വാക്കുകളിലൂടെ സീതയുടെ ദുഃഖം അകറ്റുന്നു. ഗുണവതിയായ ജാനകി, ഒട്ടും ദുഃഖിക്കണ്ട. രാമൻ ഭവതിക്ക് പതിയായി വരിക തന്നെ ചെയ്യും. കൗസല്യയുടെ പുത്രൻ ശൈവചാപം ഒരു പൂമാല പോലെ എടുത്തുയർത്തി ഒടിച്ചുകൊള്ളും. ദേവന്മാരുടെ വാക്കാണ്, ദേവി ദുഃഖിക്കേണ്ട എന്നൊരു ആകാശവാണി സീതാദേവി കേൾക്കുകയും ചെയ്തു. പിന്നീട് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി രാമൻ എവിടെ പ്രവേശിക്കുന്നു? ചാപഗൃഹത്തിൽ പ്രവേശിക്കുന്നു. എല്ലാവരും രാമനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഒരു ബാലനാണ്. ഈ ബാലൻ വില്ലൊടിക്കുന്നത് ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ചു ധാരാളം രാജാക്കന്മാർ. രാമ, വില്ലെടുക്കൂ എന്ന് എല്ലാവരും വിളിച്ചു പറഞ്ഞു. ജ്യേഷ്ഠ, വില്ലെടുത്തു കുലയ്ക്കൂ എന്ന് ലക്ഷ്മണനും പറഞ്ഞു. രാമൻ അപ്പോൾ മഹർഷിയെ ഒന്ന് നോക്കുന്നു. മഹർഷി അനുമതി തന്നാലും എന്ന് കണ്ണുകൊണ്ട് ചോദിക്കുന്നു. അപ്പോൾ മഹർഷി അനുവദിക്കുന്നു. അങ്ങനെ ലക്ഷ്മണന്റെയും വിശ്വാമിത്ര മഹർഷിയുടെയും അനുവാദത്തോടു കൂടി രാമൻ ആ ശൈവചാപം എടുക്കുന്നു. എന്നിട്ട് വില്ലിൻ്റെ ഞാൻ വലിച്ചു. അതോടുകൂടി ആ ശൈവചാപം മടമട എന്ന ശബ്ദത്തോടു കൂടി ഒടിഞ്ഞുപോയി. ആ ശബ്ദം കേട്ട് സഭാവാസികളെല്ലാം അന്തിച്ചുപോയി. 3 ലോകങ്ങളും ഞെട്ടിവിറച്ചു. ജനകരാജാവിന് സന്തോഷമായി. മിഥിലാ നഗരത്തിൽ വാദ്യഘോഷങ്ങൾ ഉയർന്നു. ജനകൻ എല്ലാവരെയും സ്വീകരിച്ചു, ഉത്തരീയം അണിയിച്ചു. ആ സമയത്ത് അവിടേക്ക് സുമന്തൻ എന്ന ബ്രാഹ്മണൻ എത്തിച്ചേരുന്നു. സുമന്തൻ എന്ന ബ്രാഹ്മണൻ രാമനെ സ്വന്തം ഗൃഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് കൗസല്യ എന്നായിരുന്നു. ആ കൗസല്യയെ ശ്രീപതി അമ്മ എന്ന് വിളിക്കുന്നു. അതോടുകൂടി ആ ദേവിക്കും സായുജ്യമുണ്ടാവുകയാണ്. അതിനുശേഷം വിശ്വാമിത്ര മഹർഷി ജനക മഹാരാജാവിനെ കാണാനായിട്ട് പോകുന്നു. സന്തോഷത്തോടുകൂടി ജനകൻ സീതാദേവിയുടെ വിവാഹത്തിലുള്ള മുഹൂർത്തം നിശ്ചയിക്കുവാൻ വിശ്വാമിത്രനെ ഏൽപ്പിക്കുന്നു. വിശ്വാമിത്രൻ തിരിച്ചു വന്ന് രാമനോട് ഇക്കാര്യം പറയുന്നു. എന്നിട്ട് പറയുന്നു, രാമ,
വിവാഹം കഴിഞ്ഞിട്ട് രണ്ടു പേർക്കും കൂടി ഒന്നിച്ച് അയോധ്യയിലേക്ക് പോകാം. ഇത് കേട്ടതും രാമൻ പറയുകയാണ്, പ്രഭോ, ഞങ്ങളെ അയോധ്യയിലേക്ക് കൊണ്ടുപോവുക. അവിടെ നിന്നും പോന്നിട്ട് വളരെ നാളായി. ഇനിയും വൈകിയാൽ അച്ഛൻ വിഷമിക്കും. ഞങ്ങൾ 4 പേരാണ്. ഒരു ദിവസം ജനിച്ചവരാണ്. അവരെയൊക്കെ വെടിഞ്ഞ് ഞാൻ മാത്രം എങ്ങനെ വിവാഹം ആഘോഷിക്കും? ഞങ്ങൾ 4 പേർക്കും 4 കന്യകമാരെ ലഭിച്ചാൽ 4 പേരുടെയും വിവാഹം ഒരുമിച്ച് നടത്താം. ഇതാണ് രാമന്റെ അഭിപ്രായം. മഹർഷി എന്ത് ചെയ്യും എന്നറിയാതെ വിഷമിച്ചു. വിശ്വാമിത്ര മഹർഷി ജനകന്റെ അടുത്തു വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. വിശ്വാമിത്രൻ പറയുകയാണ്, കേൾക്കൂ രാജൻ, രാമന് ഇപ്പോൾ വിവാഹം നടത്തുവാൻ താല്പര്യമില്ല. വളരെ നാളായില്ലേ ഗൃഹത്തിൽ നിന്നും പോന്നിട്ട്. ഇനിയും വൈകിയാൽ അച്ഛൻ വിഷമിക്കും എന്നാണ് പറയുന്നത്. 4 സഹോദരന്മാർക്ക് 4 കന്യകമാരെ സമർപ്പിച്ചാൽ രാമൻ വിവാഹം കഴിക്കും എന്നാണ് പറയുന്നത്. ഇത് കേട്ടതും ജനക മഹാരാജാവിന് വലിയ വിഷമമായി. സീതയല്ലാതെ മറ്റാരെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് എന്നോർത്ത് ദുഃഖിച്ചു. ആ സമയത്ത് പുരോഹിതനായ ശതാനന്ദൻ ജനക മഹാരാജാവിനോട് പറയുകയാണ്, അല്ലയോ മഹാരാജൻ, അവിടുന്ന് എന്തിനാണ് വിഷമിക്കുന്നത്? അങ്ങയുടെ കുടുംബത്തിൽ 4 കന്യകമാരുണ്ടല്ലോ. 2 പുത്രിമാർ അങ്ങേക്കുണ്ട്. അങ്ങയുടെ അനുജൻ കുശധ്വജന് എല്ലാ ഗുണങ്ങളും തികഞ്ഞ 2 പുത്രിമാരുണ്ടല്ലോ. 4 കന്യകമാരെയും 4 സഹോദരന്മാർക്ക് നൽകാം. ശ്രീരാമചന്ദ്രന്റെ അഭിപ്രായം അനുസരിച്ച് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഈ പുരോഹിതൻ ശതാനന്ദൻ പറഞ്ഞു. അത് കേട്ടതും എല്ലാവർക്കും വലിയ സന്തോഷമായി. ഈ കാര്യങ്ങളെല്ലാം വന്ന് വിശ്വാമിത്രൻ രാമനോട് പറയുന്നു. രാമൻ ഈ കാര്യങ്ങളെല്ലാം അച്ഛനെ അറിയിക്കണം എന്ന് പറയുന്നു. അങ്ങനെ ജനക മഹാരാജാവിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ട് വിശ്വാമിത്രൻ തന്നെ അയോധ്യയിലേക്ക് പോകുന്നു. അയോധ്യയിൽ എത്തിച്ചേരുന്നു വിശ്വാമിത്രൻ. രാമനെയും ലക്ഷ്മണനെയും കാണുന്നില്ല. വിശ്വാമിത്രൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇക്കാര്യം അറിഞ്ഞ് ദശരഥ മഹാരാജാവ് ബോധം കെട്ട് നിലത്തു വീണു. കൗസല്യ റാണി കരയാൻ തുടങ്ങി. 2 കുട്ടികളെയും കൊണ്ട് പോയതാണ് മഹർഷി. ഇപ്പോൾ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചുവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കരച്ചിൽ. വിശ്വാമിത്ര മഹർഷി എല്ലാവരെയും സമാധാനിപ്പിച്ചു. കുട്ടികൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് നടന്ന വിശേഷങ്ങളെല്ലാം വിശ്വാമിത്രൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നു. അത് കേട്ടതും എല്ലാവർക്കും വലിയ സന്തോഷമായി. അങ്ങനെ ദശരഥ മഹാരാജാവ് ലക്ഷം കാലാൾ പടയാളികളോടും ധാരാളം സമ്മാനങ്ങളുമായി ഒക്കെ എവിടേക്ക് പോകുന്നു? മിഥിലയിലേക്ക് പോകുന്നു. അങ്ങനെ സരയൂ നദിയൊക്കെ കടന്ന്, ഗംഗാ നദിയൊക്കെ കടന്ന്, ശ്രീരാമനെ ഗംഗയുടെ മറുകര കടത്തിയ കൈവർത്തൻ തന്നെ അവരെയും കടത്തി. അങ്ങനെ അവര് എവിടെ എത്തിച്ചേരുന്നു? മിഥിലയിൽ എത്തിച്ചേരുന്നു. ദശരഥൻ വന്നിരിക്കുന്നു എന്നറിഞ്ഞ ജനക മഹാരാജാവ് നഗരത്തിന് പുറത്തു വന്ന് എല്ലാവരെയും സ്വീകരിച്ച് ആനയിക്കുന്നു. എല്ലാവർക്കും ഉചിതമായ സ്ഥാനങ്ങൾ നൽകി അംഗീകരിക്കുന്നു. അങ്ങനെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി വിവാഹത്തിനുള്ള ഉത്തമമായ മുഹൂർത്തം നിശ്ചയിക്കുന്നു. അങ്ങനെ രാമന്റെയും സീതയുടെയും വിവാഹം ശുഭമുഹൂർത്തത്തിൽ നിശ്ചയിക്കപ്പെട്ടു. ഈ വിവരം ദേവന്മാർ അറിയുന്നു. സ്ത്രീയും പുരുഷനും തമ്മിൽ പിരിയുകയേ ഇല്ല എങ്കിൽ പിന്നെ എങ്ങനെ രാവണവധം നടക്കും? ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടന്നാൽ ഒരു കാരണവശാലും
ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയുകയില്ല. അതുകൊണ്ട് വിവാഹ മുഹൂർത്തം തെറ്റിക്കണം. അതിന് എന്താണ് മാർഗം? എല്ലാവരും ആലോചിച്ചു. ചന്ദ്രനെ ചുമതലപ്പെടുത്തുന്നു. ചന്ദ്രൻ നർത്തകനായി ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നു. അതിമനോഹരമായി നൃത്തം ചെയ്ത് എല്ലാവരെയും ചന്ദ്രൻ മയക്കുന്നു. അങ്ങനെ ചന്ദ്രന്റെ ആ നൃത്തത്തിൽ മയങ്ങി ആ മുഹൂർത്ത സമയം തെറ്റിപ്പോകുന്നു. അങ്ങനെ ആ പുണ്യമുഹൂർത്തം തെറ്റിപ്പോയെങ്കിലും മറ്റൊരു മുഹൂർത്തം നിശ്ചയിച്ച് ആ വിവാഹം നടക്കുകയാണ്. എങ്കിലും ആദ്യത്തെ മുഹൂർത്തത്തിന്റെ അത്രയും ശ്രേഷ്ഠത രണ്ടാമത്തെ മുഹൂർത്തത്തിന് ഉണ്ടായില്ല. അതിനുശേഷം മറ്റ് കുമാരന്മാരുടെ വിവാഹം കൂടി നടക്കുന്നു. എല്ലാവരും വധൂവരന്മാരെ ആശീർവദിക്കുന്നു. രാമന് സീതയും, ലക്ഷ്മണന് ഊർമിളയും, ഭരതന് മാണ്ഡവിയും, ശത്രുഘ്നന് ശ്രുതകീർത്തിയും. അങ്ങനെ 4 കുമാരന്മാരുടെയും 4 കുമാരിമാരുടെയും വിവാഹം മംഗളപൂർവം നടന്നു. മിഥിലാപുരി ആനന്ദത്തിൽ ആറാടി. വാദ്യഘോഷങ്ങൾ ഉയർന്നു. ഈ വാദ്യഘോഷങ്ങളുടെ ശബ്ദം പരശുരാമൻ കേൾക്കുന്നു. സീതയുടെ വിവാഹം നടന്നോ എന്ന ചിന്തയായി പരശുരാമന്. ശൈവചാപം ആരാണ് ഒടിച്ചത്? ഇതൊക്കെ ഓർത്ത് പരശുരാമന് വളരെയധികം ദേഷ്യമാണ് ഉണ്ടായത്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നാളത്തെ അധ്യായത്തിൽ നമുക്ക് പറയാം. അതിനായി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കണം. വളരെ വിശേഷപ്പെട്ട ഭാഗങ്ങളാണ് ഇനി അങ്ങോട്ട് വരാനായിട്ടുള്ളത്. അതുകൊണ്ട് മാധവത്തിന്റെ കൂടെ ഇരുന്ന് എല്ലാ ദിവസവും നിങ്ങൾ ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും ജീവിതത്തിലൂടെ സഞ്ചരിക്കുക. മഹാഭാഗ്യമാണ് എന്ന് ഓർക്കുക. ഇന്നത്തെ വിവാഹ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.